ചൈനയിലെ കൈപ്പിംഗ് പ്രദേശവും ഗൻഖുവ, സിലി തുടങ്ങിയ ഗ്രാമങ്ങളും സന്ദർശിച്ച ശേഷം ഞാനും എന്റെ ആതിഥേയൻ സലാമും സലാമിന്റെ മകൾ സയാനയും ഡ്രൈവർ ഹു ഓടിക്കുന്ന കാറിൽ ഗോൺചോ നഗരത്തിലേക്ക് മടങ്ങുകയാണ്. അതിമനോഹരമായ പ്രകൃതി കാഴ്ചകളിലൂടെയുള്ള യാത്ര. ഗോൺചോയിൽ നിന്ന് തെക്ക് പടിഞ്ഞാറ് ദിശയിലാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്തത്. ചെറിയ മലനിരകളും കുന്നുകളും അതിനെ വെട്ടിയെരിഞ്ഞുണ്ടാക്കിയ പാതകളും. ഈ തെക്കൻ പ്രദേശം സൗത്ത് ചൈന കടലിന്റെ തീരസമതലത്തിന്റെ ഭാഗമാണ്. ധാരാളം നെൽവയലുകളുള്ള നമ്മുടെ കുട്ടനാട് പോലുള്ള പ്രദേശങ്ങളൊക്കെ കണ്ടിട്ടാണ് മടങ്ങുന്നത്. അവിടുത്തെ ട്രഡീഷണൽ വീടുകളും ഡയോളുകൾ എന്നറിയപ്പെടുന്ന മാളികകളുമെല്ലാം കണ്ടുകഴിഞ്ഞു. ചൈനയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളെ കൂടുതൽ അത്ഭുതപ്പെടുത്തുക ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറാണ്. ഗംഭീരമായ അടിസ്ഥാന സൗകര്യങ്ങൾ. പട്ടണത്തോട് അടുക്കുകയാണ്. ഫോഷാൻ ഏരിയയിലേക്കാണ് എത്തുന്നത്. അവിടുത്തെ ലീകോങ് മെറ്റൽ വേൾഡ് എന്ന ലോഹ മാർക്കറ്റാണ് ഈ കാണുന്നത്. മെറ്റലിന്റെ മാത്രം ഒരു പ്രദർശന വിപണന കേന്ദ്രം. ലോകത്തെ ഏറ്റവും വലിയ മെറ്റൽ ട്രേഡിംഗ് ഹബ്ബാണ് അത്. സ്റ്റീൽ പൈപ്പുകൾ മുതൽ മെറ്റൽ കൊണ്ടുള്ള വലിയ യന്ത്രങ്ങൾ വരെ അവിടെ വാങ്ങാൻ കിട്ടും. ഫോഷാൻ ഏരിയ വലിയൊരു ഉൽപാദന കേന്ദ്രമാണ്. അത് പിന്നിട്ട് കുറച്ചു ചെന്ന് കഴിയുമ്പോഴേക്കും ഓഫീസ് ബിൽഡിങ്ങുകളുടെ കാഴ്ചയാവുന്നു. മെറ്റൽ വേൾഡിന്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കമ്പനികളുടേതടക്കമുള്ള ഓഫീസുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു. വീണ്ടും ചെല്ലുമ്പോൾ ജിങ് ചാങ് ഇന്റർനാഷണൽ മെറ്റൽ ട്രേഡിംഗ് സെന്ററിന്റെ കവാടം കാണാം. ഇവിടെ ഒരു പ്രദേശം ഒരു പ്രത്യേക പ്രോഡക്റ്റിനു വേണ്ടിയാണെങ്കിൽ അവിടെ ആയിരക്കണക്കിന് അത്തരം കമ്പനികളുണ്ടാകും. ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്ക് ആ പ്രദേശത്ത് ചെന്നാൽ ഒരു 100 കണക്കിന് കമ്പനികളെയും ഉൽപ്പന്നങ്ങളെയും പരിചയപ്പെടാം, കാണാം, വിലപേശാം, അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടു പോവുകയുമാവാം. വീണ്ടും അടുത്ത പട്ടണത്തിലെത്തുമ്പോൾ അതേപോലെ തന്നെ മറ്റു ചില ഉൽപ്പന്നങ്ങളുടെ കമ്പനികളാവും കാണുക. ഇലക്ട്രോണിക്സോ തുണിത്തരങ്ങളോ മറ്റെന്തെങ്കിലുമോ. ഓരോ പട്ടണവും ഓരോ പ്രത്യേക പ്രോഡക്റ്റിന്റെ പേരിൽ പ്രശസ്തമായിരിക്കും. ഇവിടെ ബൊണാഡെ ഗ്രൂപ്പ് തുടങ്ങിയ കമ്പനികളുടെ ഓഫീസ് കാണാം. മെയ് ദിനം പ്രമാണിച്ചുള്ള അവധി തീരാൻ പോവുകയാണ്. വെക്കേഷൻ ആഘോഷിക്കാൻ പോയി മടങ്ങുന്നവരുടെ കാറുകൾ കടന്നുപോകുന്നു. ഞങ്ങളുടെ കാർ വലിയൊരു പാലത്തിലേക്ക് കയറി. ഇത്തരത്തിൽ നിരവധി പാലങ്ങളുണ്ട് ഇവിടെ. വ്യത്യസ്തമായ എഞ്ചിനീയറിംഗ് ശൈലിയിൽ നിർമ്മിച്ച പാലങ്ങൾ. കൂറ്റൻ ഉരുക്കുവടങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന പാലങ്ങൾ പലതുണ്ട്. ഈ പാലങ്ങളുടെ അടിയിലൂടെ കപ്പൽ ഗതാഗതം നടക്കേണ്ടതാണ്. പേൾ നദിയും അതിന്റെ നിരവധി കൈവഴികളും എല്ലാം ഉണ്ട് ഗോൺചോ പ്രദേശത്ത്. അതിലൂടെയെല്ലാം ചരക്ക് നീക്കം നടക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ദീർഘവീക്ഷണത്തോടെ ഇവർ പാലങ്ങൾ പണിയുന്നത്. അല്ലാതെ ചെറുപാലങ്ങൾ പണിത് അതിനടിയിലൂടെ കപ്പലിനൊന്നും പോകാനാവാത്ത വിധം തടസ്സം സൃഷ്ടിക്കുന്നവരല്ല ചൈനക്കാർ. ചിലയിടത്തെത്തുമ്പോൾ നമ്മൾ ഒരു ഫാക്ടറിക്കകത്തുകൂടിയാണ് കടന്നു പോകുന്നതെന്ന് തോന്നും. വശങ്ങളും മുകൾ ഭാഗവുമെല്ലാം കവർ ചെയ്ത പാത. ഇത് ഫാക്ടറിയൊന്നുമല്ല. ഇതൊക്കെയാണ് ഇവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ. കുറച്ച് ധാരാളിത്തമല്ലേ എന്ന് തോന്നുന്ന മട്ടിലാണ് ഇത് പണിതിരിക്കുന്നത്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചു. വഴുക്കലുള്ള പ്രദേശമായതിനാൽ മഴയുള്ളപ്പോൾ ആക്സിഡന്റ് ഉണ്ടാവുന്നത് ഒഴിവാക്കാൻ മേൽക്കൂരയിട്ടതാണെന്നാണ് സലാം പറഞ്ഞത്. ഏതായാലും ഒരു കാഴ്ച തന്നെയാണിത്. ദീർഘദൂരത്തിൽ റോഡിന് മേൽക്കൂര പണിയുക, അതും ഗ്ലാസ് മേൽക്കൂര. സൗണ്ട് ബാരിയർ കൂടിയായിരിക്കണം ഇത്. ചുറ്റുമുള്ള അപ്പാർട്ട്മെന്റുകളിലേക്കും വീടുകളിലേക്കും വാഹനങ്ങളുടെ ശബ്ദം എത്താതിരിക്കാനുള്ള സംവിധാനം. വീണ്ടും കൂറ്റൻ പാലങ്ങൾ കണ്ടു തുടങ്ങുകയായി. എല്ലാം ഉരുക്കുവടങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന പാലങ്ങളാണ്. ഒരു കാഴ്ച തന്നെയാണ് ആ പാലങ്ങൾ. ഈ പ്രദേശത്ത് വലതുവശത്താണ് സലാമിന്റെ അപ്പാർട്ട്മെന്റ്. പേൾ നദിയുടെ തീരത്തെ മനോഹരമായൊരു സ്ഥലത്താണത്. വമ്പൻ ടവറുകളിൽ നിന്നുള്ള ഉരുക്കു കേബിളുകളിൽ തൂങ്ങിക്കിടക്കുന്ന പാലം. ഇത്തരം പാലങ്ങളുടെ നിർമ്മാണത്തിൽ ഇപ്പോൾ ലോകത്ത് തന്നെ ഒന്നാമതാണ് ചൈന. സലാമിന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് നോക്കുമ്പോൾ പേളിന്റെ മറുകരയിൽ കണ്ട വിൻഡോസ് ഓഫ് ഗോൺചോ എന്ന ബിസിനസ് കോംപ്ലക്സ് ആണ് അക്കാണുന്നത്. ക്രൗൺ പ്ലാസയുടെ ഹോട്ടൽ ഉൾപ്പെടെ അതിലുണ്ട്. ഗോൺചോയിലെ ഹൈഷു ഡിസ്ട്രിക്റ്റിലാണ് അത്. അവിടം കഴിയുന്നതോടെ അങ്ങകലെ ഗോൺചോയുടെ ഡൗൺ ടൗൺ ഏരിയ കാണാം.
ന്യൂയോർക്ക് നഗരത്തിലോ ഹോങ്കോങ്ങിലോ ചെല്ലുന്നത് പോലെ തന്നെയുണ്ട്. ഇടതൂർന്നു നിൽക്കുന്ന അനേകം ബഹുനില മന്ദിരങ്ങൾ. ഇന്ത്യക്ക് മുംബൈ നഗരം എന്നതുപോലെയാണ് ചൈനയ്ക്ക് ഗോൺചോ. രാത്രി ഹോട്ടലിലെത്തി സുഖമായി ഒന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ലിസ എന്നാണ് ഇവരുടെ പേര്. സലാമിന്റെ സ്ഥാപനത്തിലെ മാനേജറാണ് ലിസ. സലാമിന് എന്തോ തിരക്കുള്ളതുകൊണ്ട് ഇന്നത്തെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകാൻ ലിസയെയും ഡ്രൈവർ ഹൂവിനെയും കാറും അയച്ചിരിക്കുകയാണ്. ഞങ്ങൾ യാത്ര തുടങ്ങി. ദീർഘമായ യാത്ര തന്നെയാണ് ഇന്നും. ഷാങ്കൂൺ എന്ന വില്ലേജിലേക്കാണ് ആദ്യം പോകുന്നത്. ജൂൺ ആൻഡ് ടൗൺ എന്നും പേരുണ്ട് ആ സ്ഥലത്തിന്. വലിയൊരു വ്യവസായ കേന്ദ്രമാണ് ഷാങ്കൂൺ. അങ്ങോട്ട് പോകുമ്പോൾ ഗോൺചോ നഗരത്തിന്റെ ഒരു ഗ്രീൻ ബെൽറ്റും നഗരാസൂത്രണത്തിലെ മികവും കാണാം. എത്ര ട്രാക്കുകളുള്ള പാതയാണെന്ന് കാണുക. ഗതാഗതക്കുരുക്കിൽ നമ്മൾ അപൂർവമായേ പെടുകയുള്ളൂ. ഇത്രയും സൗകര്യപ്രദമായ പാതയുണ്ടെങ്കിലും ചില ദിവസങ്ങളിലും ചില സമയങ്ങളിലും ഇവിടെയും ട്രാഫിക് കുരുക്ക് ഉണ്ടാവാറുണ്ട്. അത്രയ്ക്കുണ്ട് ഇവിടുത്തെ വാഹനങ്ങളുടെ ബാഹുല്യം. പരമാവധി സ്ഥലങ്ങളിൽ ഗ്രീൻ ബെൽറ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. മനോഹരമായി ഡിസൈൻ ചെയ്ത ഉദ്യാനങ്ങൾ. ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റി തന്നെയാണ് ഗോൺചോ. റോഡിന് കുറുകെ പാലങ്ങൾ പോലുള്ള ചില നിർമ്മിതികൾ. കെട്ടിടങ്ങൾക്ക് പോലും ഒരു പ്രത്യേക സൗന്ദര്യമാണ്. കെട്ടിടവും റോഡുമില്ലാത്ത സ്ഥലത്തെല്ലാം നല്ല കനത്ത ഗ്രീനറി. മഹാനഗരത്തിനകത്താണെങ്കിലും ഒരു വനം പോലെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടിരിക്കുന്ന ഭാഗങ്ങൾ. ഡിവൈഡറുകൾ പോലും പച്ചപ്പിന്റെ ഓരോ തുരുത്തുകളായി മാറ്റിയിരിക്കുന്നു. പല കാര്യങ്ങളിലും അമേരിക്കയെ വളരെ പണ്ടേ പിന്നിലാക്കി കഴിഞ്ഞു ചൈന. സംശയമില്ലാത്ത കാര്യമാണത്. നമ്മുടെ മുംബൈക്ക് സമാനമായ നഗരമാണെങ്കിലും മുംബൈയൊക്കെ ഈ ലെവലിലേക്കെത്താൻ ഇനിയും എത്രയോ കാലമെടുക്കുമെന്ന് ഇതിലെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും. കോർപ്പറേറ്റ് ഓഫീസുകളാണ് ആ കാണുന്നതൊക്കെ. പല ഇന്റർനാഷണൽ കമ്പനികളുടെ ഓഫീസുകൾ, IT പാർക്കുകൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകത്ത് വമ്പൻ കുതിച്ചുചാട്ടം നടത്തിയിരിക്കുന്ന രാജ്യമാണ് ചൈന. ഈ കാണുന്നത് ഇവിടുത്തെ ബുള്ളറ്റ് ട്രെയിനിന്റെ പാളമാണ്. അത്ര ഉയരത്തിൽ കൂടിയാണ് ചൈനയിൽ ബുള്ളറ്റ് ട്രെയിൻ പോകുന്നത്. ഇപ്പോൾ തന്നെ 600 കിലോമീറ്റർ വരെ സ്പീഡുള്ള ബുള്ളറ്റ് ട്രെയിനിന്റെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനയിലെ പ്രധാന പട്ടണങ്ങളെ ബന്ധിപ്പിച്ച് 450 കിലോമീറ്റർ സ്പീഡുള്ള ബുള്ളറ്റ് ട്രെയിൻ വന്നുകഴിഞ്ഞു. ഹു ഓടിക്കുന്ന കാറിൽ നഗരഭാഗങ്ങൾ പിന്നിട്ട് ഞങ്ങൾ ഒരു ഗ്രാമപ്രദേശത്തേക്ക് എത്തി. ഇവിടമാണ് ഞങ്ങളുടെ ഇന്നത്തെ ആദ്യ ലക്ഷ്യസ്ഥാനം, ഷാൻകൂൺ വില്ലേജ്. ഈ ഗ്രാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഹോളിവുഡ് താരവും ലോകപ്രശസ്തനായ ആയോധനാ കലാകാരനുമായിരുന്ന ബ്രൂസ്ലിയുടെ പൂർവികരുടെ ഗ്രാമമാണിത്. ഒരു തനി ചൈനീസ് ഗ്രാമം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസാണ് വലതുവശത്ത്. ഇവിടെ പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞാൽ ലോക്കൽ ഭരണകേന്ദ്രവും ഒരു കൾച്ചറൽ സെന്ററുമെല്ലാമാണ്. ചൈനയിലെ പാർട്ടി ഓഫീസുകൾ നമ്മുടെ നാട്ടിലേതുപോലെയല്ല. രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള കേന്ദ്രമാണ് ഓരോ ഗ്രാമത്തിലെയും പാർട്ടി ഓഫീസുകൾ. ഗ്രാമത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുക ആ ഓഫീസാണ്. ഭൂമിയുടെ വിതരണവും ക്ഷേമപ്രവർത്തനങ്ങളും മുതൽ ക്രമസമാധാനത്തിന്റെ മേൽനോട്ടം വരെ പാർട്ടി ഓഫീസിനായിരിക്കും. അതോടൊപ്പം ഗ്രാമത്തിൽ നിന്ന് പാർട്ടിയിലേക്ക് പുതിയ അംഗങ്ങളെ ചേർക്കുന്നതും അവർക്ക് രാഷ്ട്രീയ പരിശീലനം നൽകുന്നതുമെല്ലാം പാർട്ടി ഓഫീസിൽ നടക്കുന്നു. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഗ്രാമത്തിൽ ഒരിടത്ത് വണ്ടി നിർത്തി. ആ പോകുന്ന ആളുടെ പുറകെ പോയാൽ ബ്രൂസ്ലിയുടെ പൂർവിക ഭവനത്തിലെത്താമെന്ന് ലിസ പറഞ്ഞു. ലിസ ചോദിച്ചു മനസ്സിലാക്കിയതാണ്. പൂർവിക ഭവനത്തിനടുത്ത് താമസിക്കുന്ന അയാൾ സിഗരറ്റ് വാങ്ങാനോ മറ്റോ അങ്ങാടിയിലേക്ക് ഇറങ്ങിയതാണ്. കൂടെ വന്നോളാൻ അയാൾ ആംഗ്യം കാണിച്ചു. മഴയിൽ നനഞ്ഞുകിടക്കുന്ന കോൺക്രീറ്റ് ചെയ്ത ഗ്രാമവഴി. ഇതാണ് ചൈനീസ് ഉൾനാട്ടിലെ ഒരു ഗ്രാമത്തിലെ ജനവാസ ഇടം. തിങ്ങി നിറഞ്ഞ വീടുകൾ,
അവിടെ സാധാരണക്കാർ വസിക്കുന്നു. വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ബൈക്കുകളും സൈക്കിളുകളും ഉന്തുവണ്ടികളുമൊക്കെ വഴിയരികിൽ പാർക്ക് ചെയ്തിരിക്കുന്നു. നമ്മുടെ മുംബൈയുടെ വൃത്തിയുള്ള ഒരു വേർഷൻ. തൊട്ടു നിൽക്കുന്ന വീടുകളിൽ ആഡംബരങ്ങളോ അലങ്കാരങ്ങളോ ഒന്നുമില്ല. ആകപ്പാടെയുള്ള അലങ്കാരം വാതിൽക്കൽ ഒട്ടിച്ചിരിക്കുന്ന ചുവന്ന സ്റ്റിക്കറുകളാണ്. ഇതൊക്കെ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായും മറ്റും ഒട്ടിക്കുന്നതാണ്. നടത്തം തുടരുമ്പോൾ വഴിയുടെ വീതി കുറഞ്ഞു വരുന്നു. ഇവിടെ തകരം മേഞ്ഞ ഷെഡ് പോലുള്ള ഒരു കെട്ടിടമുണ്ട്. അതിന്റെ ഭിത്തിയിൽ ബ്രൂസ്ലിയുടെ ആക്ഷൻ ചിത്രങ്ങൾ വരച്ചുവച്ചിരിക്കുന്നു. അതെന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അവധി ദിവസങ്ങളിൽ കുട്ടികളെ കുങ്ഫു പഠിപ്പിക്കുന്ന കേന്ദ്രമാണെന്നാണ് അറിഞ്ഞത്. ചില കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്നു. എന്നോ ആൾതാമസമുണ്ടായിരുന്നവയാകാം. അങ്ങനെ നടന്നു ചെല്ലുമ്പോൾ ചാരനിറമുള്ള ചുടുകെട്ടുകൊണ്ട് പണിത ഒരു കെട്ടിടത്തിനടുത്തെത്തുന്നു. ബ്രൂസ്ലി ആൻസിസ്റ്റേഴ്സ് ഹൗസ് എന്ന് അതിന്റെ ഭിത്തിയിൽ ബോർഡ്. QR കോഡുമുണ്ട്. പക്ഷേ വീട് അടഞ്ഞുകിടക്കുകയാണ്. 3-4 മുറി മാത്രമുള്ള ഒരു ചെറിയ വീട്. ബ്രൂസ്ലിയുടെ മുത്തച്ഛൻ ലീ ഷിൻ ബിയാവോ നിർമ്മിച്ച വീടാണ് ഇത്. ബ്രൂസ്ലിയുടെ പിതാവ് ലീ ഹോയ് ചുവാനും യൗവനകാലം വരെ വസിച്ചത് ഈ വീട്ടിലാണ്. അക്കാലത്തെ അത്യാവശ്യം സമ്പന്നമായ വീട് തന്നെയായിരുന്നു ഇത്. യൗവനകാലത്ത് പുതിയ സാധ്യതകൾ തേടി ലീ ഹോയ് ചുവാൻ അമേരിക്കയിലേക്ക് പോവുകയാണുണ്ടായത്. ബ്രൂസ്ലി ജനിച്ചത് അമേരിക്കയിലും വളർന്നത് ഹോങ്കോങ്ങിലുമാണെങ്കിലും കുട്ടിക്കാലത്ത് കുറച്ചുനാൾ ഈ വീട്ടിൽ താമസിച്ചിരുന്നു. ലിസ QR കോഡ് സ്കാൻ ചെയ്തു നോക്കി. എന്താണ് അതിൽ നിന്ന് കിട്ടുക എന്ന്. കുറച്ച് വിവരങ്ങളും ഫോട്ടോകളും കിട്ടി. പക്ഷേ എഴുത്തു മുഴുവൻ ചൈനീസിലാണ്. അത് എനിക്ക് വിശദീകരിച്ചു തരാം എന്ന് ലിസ പറഞ്ഞു. ഞങ്ങൾ തിരികെ നടന്നു. പഴഞ്ചൻ വീടുകൾക്കിടയിലെ വഴിയിലൂടെ. ഭംഗിയാക്കിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമൊന്നുമല്ല ഇത്. ഇതിനകത്താണ് ആയോധനകല പഠിപ്പിക്കുന്നത്. കുട്ടികൾക്കും കൗമാരപ്രായക്കാർക്കും ഇവിടെ പരിശീലനം നൽകുന്നുണ്ട്. കുങ്ഫുവിനോടൊപ്പം ബ്രൂസ്ലി സ്വന്തമായി രൂപപ്പെടുത്തിയ ജീത് കൂൻ ദോ എന്ന ആയോധനകലയും ഇവിടെ അഭ്യസിപ്പിക്കുന്നു. ഗ്രാമത്തിലെ കുട്ടികളിൽ കായികക്ഷമതയും അച്ചടക്കവും സ്വയം രക്ഷാബോധവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്രൂസ്ലിയുടെ പൂർവീക ഭവനത്തിനടുത്ത് ഒരു പരിശീലന കേന്ദ്രം തുടങ്ങിയത്. അവിടം പിന്നിട്ട് നടന്നു. മഴയുണ്ട്. കുടയും ചൂടിയാണ് ഞങ്ങളുടെ നടത്തം. ഗ്രാമവഴിയിലൊന്നും ആരെയും കാണുന്നില്ല. വീണ്ടും ചെന്ന് വണ്ടിയിൽ കയറി. ഏറെ പ്രതീക്ഷയോടെയാണ് വന്നതെങ്കിലും ഇവിടെ കാണാൻ ഇത്രയൊക്കെയേ ഉള്ളൂ എന്നത് എന്നെ നിരാശപ്പെടുത്തി. അപ്പോഴാണ് ഇവിടെ ബ്രൂസ്ലി പാരഡൈസ് എന്നൊരു കോംപ്ലക്സ് ഉണ്ടെന്ന് ലിസ പറഞ്ഞത്. അവിടെ ബ്രൂസ്ലിയുടെ ഒരു മ്യൂസിയവുമുണ്ട്. എന്തെങ്കിലും കാഴ്ചകൾ ഉണ്ടാവും എന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ അങ്ങോട്ട് വണ്ടി വിടുകയാണ്. പലരോടും ചോദിച്ചാണ് പോകുന്നത്. വലിയ മയിൽ ശില്പങ്ങൾ പണിതുവച്ചിരിക്കുന്ന ഒരു കവാടത്തിന് മുന്നിലേക്കെത്തി. ഇതാണ് ബ്രൂസ്ലി പാരഡൈസ്. ബ്രൂസ്ലി പാർക്ക് എന്നും അറിയപ്പെടുന്ന ഇടം. ബ്രൂസ്ലി എന്ന ഇതിഹാസത്തിനോടുള്ള ആദരസൂചകമായി നിർമ്മിച്ച ഒരു തീം പാർക്കാണിത്. ഡ്രാഗൺ ഫാൻസ് എന്നറിയപ്പെടുന്ന ബ്രൂസ്ലിയുടെ ആരാധകരുടെ ഒരു തീർത്ഥാടന കേന്ദ്രം തന്നെയാണ് ഇവിടം. ധാരാളം മാർഷൽ ആർട്സ് ഇവന്റുകൾ ഇവിടെ നടക്കാറുണ്ട്. ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറി ചെന്നു. പരമ്പരാഗത ചൈനീസ് ശൈലിയിലുള്ള കെട്ടിടങ്ങൾ, ചുവപ്പ് തൂണുകളും ചൈനീസ് റാന്തലുകളും. ഇത് ബ്രൂസ്ലി മ്യൂസിയമാണ്. ചുവരിൽ കുറേ ഫോട്ടോകൾ. ബ്രൂസ്ലി, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ, ബന്ധുക്കൾ എന്നിവരുടെയെല്ലാം ഫോട്ടോകളുണ്ട്. അമേരിക്കയിൽ ജനിച്ച ബ്രൂസ്ലി കുട്ടിക്കാലത്ത് മഹാവികൃതിയായിരുന്നു. അവനെ അച്ചടക്കം പഠിപ്പിക്കാൻ കൂടിയാണ് പിതാവ് ഹോങ്കോങ്ങിൽ വിഖ്യാത ആയോധനാ കലാവിദഗ്ധൻ ഇപ്മാന്റെ ഗുരുകുലത്തിൽ ചേർത്തത്. ഇപ്മാനും ബ്രൂസ്ലിയും ഒരുമിച്ചുള്ള ധാരാളം ഫോട്ടോകളുണ്ട് ഇവിടെ. ഇപ്മാനാണ് ബ്രൂസ്ലിയുടെ കഴിവുകൾ ആദ്യം കണ്ടെത്തിയതും പോഷിപ്പിച്ചതും. പല ആയോധന കലാ ഉപകരണങ്ങളുമുണ്ട് മ്യൂസിയത്തിൽ. ചില്ലുകൂടുകളിൽ വാളും വടിയുമെല്ലാം. ലോഹം കൊണ്ടുള്ളതും തടി കൊണ്ടുള്ളതുമെല്ലാമുണ്ട്. മ്യൂസിയത്തിലെ ഒരു കെട്ടിടത്തിൽ നിന്നിറങ്ങി. വലിയൊരു കോംപ്ലക്സ് തന്നെയാണിത്. 3000 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുകയാണ് ബ്രൂസ്ലി പാരഡൈസ്. ബ്രൂസ്ലി എന്ന കലാകാരന്റെ പൂർവികരുടെ നാടായിട്ടുകൂടി എത്ര വലിയ സ്മാരകമാണ് ഇവിടെ പണിതുയർത്തിയിരിക്കുന്നത്. മറ്റൊരു ഹാളിലും ബ്രൂസ്ലിയുടെ ജീവിതഘട്ടങ്ങൾ വിവരിക്കുന്ന അനേകം ചിത്രങ്ങളും വിവരണങ്ങളുമുണ്ട്.
വളരെ ചെറുപ്രായത്തിൽ ഇപ്മാനിൽ നിന്ന് ആയോധന വിദ്യകൾ പഠിക്കാൻ ഹോങ്കോങ്ങിലെത്തിയ ബ്രൂസ്ലി പിന്നീട് 18-ാം വയസ്സിലാണ് അമേരിക്കയിലേക്ക് മടങ്ങിയത്. ഹോളിവുഡിലെ ബിഗ് ബോസ്, ഫിസ്റ്റ് ഓഫ് ഫ്യൂറി, വേ ഓഫ് ദി ഡ്രാഗൺ തുടങ്ങിയ സിനിമകളിലൂടെയാണ് ബ്രൂസ്ലി ലോകപ്രശസ്തനായത്. 1973-ൽ തന്റെ 32-ാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. മുറ്റത്ത് ഒരു ഭാഗത്ത് പരിശീലനത്തിനുള്ള ഒരു വുഡൻ ഡമ്മി വെച്ചിട്ടുണ്ട്. ഇതിൽ ഇടിച്ചും തൊഴിച്ചുമൊക്കെയാണ് കുങ്ഫു പോലുള്ള ചൈനീസ് ആയോധന കലകൾ പഠിക്കുന്നത്. ഇവിടെ എന്തോ ഒരു ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. പക്ഷേ അലങ്കാരങ്ങൾ മഴയത്ത് കുതിർന്നു പോയിരിക്കുന്നു. വീണ്ടും കാറിൽ കയറി. ഹു മഴയത്ത് കാത്തിരിക്കുകയായിരുന്നു. നല്ല മഴയും തണുപ്പുമാണ് ഇന്ന്. ഇനി ഭക്ഷണം കഴിക്കണം. ഹൂവിനും എനിക്കുമെല്ലാം നല്ല വിശപ്പുണ്ട്. 12 മണിയായിരിക്കുന്നു. രാവിലെ ചെറിയ തോതിൽ ഭക്ഷണം കഴിച്ചതാണ്. ഇന്നാട്ടുകാർ വളരെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കഴിക്കും. 12 മണിയാകുമ്പോഴേക്കും ഉച്ചഭക്ഷണം കഴിക്കണം. ബ്രൂസ്ലിയുടെ പൂർവികരുടെ ഗ്രാമം എന്നതുകൊണ്ട് മാത്രം പ്രശസ്തമായ ഒരു സ്ഥലമാണ് ഷാങ്കൂൻ. ഷുണ്ടെ എന്ന ഡിസ്ട്രിക്റ്റിലാണ് ഈ സ്ഥലം. ചൈനയിൽ ഇപ്പോഴും ബ്രൂസ്ലിക്ക് അനേകം ആരാധകരുണ്ട്. ലോകത്ത് ബ്രൂസ്ലിക്കുള്ള ഏറ്റവും വലിയ സ്മാരകമാണ് നേരത്തെ ഞങ്ങൾ സന്ദർശിച്ച ബ്രൂസ്ലി പാരഡൈസ്. ലോകമെമ്പാടുമുള്ള ആയോധന കലാവിദഗ്ധർ വർഷത്തിലൊരിക്കൽ ഒത്തുചേരുന്ന ഇടമാണ് ആ പാർക്ക്. ഞങ്ങൾ അടുത്ത പട്ടണത്തിലേക്ക് കയറി. ജിങ് ആൻ എന്ന പട്ടണമാണ്. ഷുണ്ടെ ജില്ലയിലെ പട്ടണം തന്നെയാണിതും. 1980കളിൽ വ്യാവസായിക വളർച്ച തുടങ്ങിയ പട്ടണം. ഇന്ന് ഈ പട്ടണത്തിന് ഒരു പ്രാധാന്യമുണ്ട്. ജീൻസിന് ഉപയോഗിക്കുന്ന ഡെനിമിന്റെ ലോക തലസ്ഥാനമാണിവിടം. ഈ പട്ടണത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് മുഴുവൻ ജീൻസ് മെറ്റീരിയൽസ് ആണ്. ജീൻസ് സിറ്റി എന്നാണ് ജിങ് ആൻ അറിയപ്പെടുന്നത് തന്നെ. വലിയൊരു പട്ടണമാണിത്. ഡെനിമും അതിന്റെ ഉപ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്ന ഫാക്ടറികളാണ് പാതയുടെ ഇരുവശങ്ങളിലും. ചൈനീസ് റാന്തലുകൾ തൂക്കിയിട്ടിരിക്കുന്ന മനോഹരമായൊരു കെട്ടിടത്തിന് മുൻപിൽ കൊണ്ടുചെന്ന് ഹു കാർ നിർത്തി. ഞങ്ങൾ ഇറങ്ങി അകത്തേക്ക് നടന്നു. ഇത് ഒരു റെസ്റ്റോറൻ്റാണ്. സാ ഷുയേച്ചെ മാൻഷൻ റെസ്റ്റോറൻറ്റ്. വലിയൊരു റെസ്റ്റോറൻ്റാണ്. ഇവിടുത്തെ ഏറ്റവും പ്രശസ്തമായ റെസ്റ്റോറൻ്റാണത്രേ. ഇവിടുന്ന് എനിക്ക് ലഞ്ച് വാങ്ങിത്തരണമെന്ന് ലിസയോട് സലാം പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ചെറിയ റെസ്റ്റോറൻറ്റ് മതി എന്ന് ഞാൻ പലതവണ പറഞ്ഞെങ്കിലും ലിസ സമ്മതിച്ചില്ല. ഇവിടെ തന്നെ കയറണമെന്ന് ബോസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്നാണ് അവൾ പറയുന്നത്. ഏതെല്ലാം വിഭവങ്ങൾ വാങ്ങിക്കൊടുക്കണമെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടത്രേ. സലാമിന്റെ ആതിഥ്യം അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ആസ്വദിക്കാമെന്ന് ഞാനും തീരുമാനിച്ചു. പരിചാരിക പാത്രങ്ങളും കപ്പുകളും ആദ്യം തന്നെ കഴുകിവെച്ചു. വേണമെങ്കിൽ നമുക്ക് വീണ്ടും കഴുകാനായി ഒരു ട്രേയും കൊണ്ടുവന്ന് വെക്കും. മിക്ക ടേബിളിലും ആളുകളുണ്ട്. സുഖകരമായൊരു ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻ്റാണ്. ലിസ മെനു കാർഡ് എന്റെ മുൻപിൽ തുറന്നുവെച്ചു. ഇത് എന്നെ കാണിച്ചിട്ട് എന്ത് കാര്യം? മുഴുവൻ ചൈനീസിലാണ് എഴുതി വച്ചിരിക്കുന്നത്. ചിത്രങ്ങൾ കണ്ട് തീരുമാനിക്കാമെന്ന് ഞാൻ ഉറപ്പിച്ചു. ഇവിടുത്തെ വെജിറ്റേറിയൻ വിഭവങ്ങൾ പേര് കേട്ടതാണത്രേ. ആദ്യം വരുന്നത് ചിക്കൻ വിഭവമാണ്. വൈറ്റ് കട്ട് ചിക്കൻ എന്നാണ് ഇതിന്റെ പേര്. സ്വാദേറിയ ഒരു വിഭവമാണ്. ഈ പ്രദേശത്തെ സവിശേഷ വിഭവം. അടുത്തതായി ഞാൻ തിരഞ്ഞെടുത്ത വെജിറ്റേറിയൻ വിഭവമെത്തി. നല്ല ആവി പറക്കുന്ന വിഭവം. അപ്പോഴേക്കും ലിസ ചോപ്സ്റ്റിക് തിളച്ച ചായയിൽ കഴുകിയെടുത്തു. വൃത്തിയുടെ കാര്യത്തിൽ ഇവരിങ്ങനെയാണ്. പാരമ്പര്യത്തിന്റെ ഭാഗം കൂടിയാണ് ഈ വൃത്തി. ഈ വിഭവം എന്താണെന്നറിയാമോ? നമ്മുടെ വഴുതനങ്ങ പാകം ചെയ്തതാണ്. എഗ് പ്ലാന്റ് വിഭവം. ഇതിൽ എന്താണിത്ര കാര്യമെന്ന് സംശയം തോന്നാം. ഈ എഗ് പ്ലാന്റ് വിഭവം കഴിച്ചിട്ട് ഞാനെടുത്ത ഒരു തീരുമാനം പറയാം. ഇനി എന്ന് ചൈനയിൽ പോയാലും ഈ വിഭവം കഴിച്ചിരിക്കും. ഇത്ര രുചിയുള്ള ഒരു വെജിറ്റേറിയൻ വിഭവം ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. ശരിക്കും വെജിറ്റേറിയൻ ഫുഡ് ചൈനയിൽ പോയി കഴിക്കണം. ഇത് എല്ലാവർക്കും എപ്പോഴും കിട്ടണമെന്നില്ല. പലതവണ ചൈനയിൽ പോയിട്ടും എനിക്ക് ഇതൊന്നും കിട്ടിയിട്ടുമില്ല. ഞാൻ ഇതൊന്ന് കഴിക്കാൻ സലാം അവസരമൊരുക്കിയിരിക്കുന്നു. അടുത്തതായി ഒരു ചിക്കൻ വിഭവമെത്തി. ചിക്കന്റെ ആരാധകനല്ലാത്ത എൻ്റെ മനസ്സ് മാറ്റിക്കളഞ്ഞ പാചകമാണ് ഇതിൻ്റേത്. ഡിംസം എന്ന വിഭവമാണിത്. അതൊരുതരം സ്നാക്സ് ആണ്. ഏതായാലും ഇതെല്ലാം കഴിച്ചു തീർന്നില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കുറേയേറെ വിഭവങ്ങൾ വന്നു.
അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ വഴുതനങ്ങ കറിയാണ്. മുഴുവൻ വിഭവങ്ങളോടും നീതി പുലർത്താൻ ഞങ്ങൾ 3 പേർ നോക്കിയിട്ടും കഴിഞ്ഞില്ല. ചെറിയ മധുരമുള്ള കാൻഡനീസ് സ്നാക്കാണ് ഡിംസം. എരിവുള്ള നോൺ വെജ് ഡിംസവും ഉണ്ടാക്കാറുണ്ട്. അവസാനമാണ് ഫ്രൈഡ് റൈസ് വരുന്നത്. നമ്മുടെ ഹോട്ടലുകളിൽ ചോറാണല്ലോ ആദ്യം വരിക. ഇവിടെ അങ്ങനെയല്ല. മറ്റു വിഭവങ്ങൾ കഴിച്ച് വയർ നിറഞ്ഞു കഴിയുമ്പോഴാണ് ചോറെത്തുന്നത്. റെസ്റ്റോറൻറ്റിൽ ധാരാളം ആളുകളുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റിലും ഒരു ബാർ കൂടി ഉണ്ടാവും. ചൈനീസ് റൈസ് വൈനൊക്കെ കിട്ടുന്ന ബാർ. റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും മഴ തോർന്നിട്ടില്ല. നല്ല മര്യാദക്കാരാണ് ഇവിടുത്തെ ആളുകൾ. കാറിൽ കയറാൻ ലിസ ഡോർ തുറന്നു തരുന്നു. ചൈന ഇത്രയും വികസിക്കുന്നതിൻ്റെ ഒരു കാരണം മനുഷ്യരുടെ ആറ്റിറ്റ്യൂഡാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഏറ്റവും സൗമ്യമായി ഇടപെടുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. ബിസിനസ്സിന് ചെല്ലുന്ന കസ്റ്റമറെ അവർ സ്വീകരിച്ച് ആനയിക്കും. ഉപചാരം കൊണ്ട് അവരെ അടിമകളാക്കിക്കളയും. ജിങ് ആനിലൂടെ ഞങ്ങൾ സഞ്ചാരം തുടർന്നു.